ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ലഹരി. 1935 ബ്രിട്ടീഷ് എഴുത്തുകാരനായ നെയ്ൻ ഗ്രാൻഡ് ദി ലാസ്റ്റ് വാർ എന്ന തന്റെ നാടകത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: മനുഷ്യന് ഒരു പർദീസ നൽകുക, അവൻ വേഗം തന്നെ അതിനെ മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഒരു മനസ്സ് കൊടുക്കുക, അവൻ അതിനെ അഹന്ത കൊണ്ട് നിറയ്ക്കും. സുന്ദരമായ കൈകൾ നൽകിയാലോ മറ്റുള്ളവരെ കൊല്ലാൻ അവൻ അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രവാചകനെ നൽകുക, അദ്ദേഹം അവനെ ആട്ടിയോടിക്കും. അതെ, നന്മയും സത്യവുമായ എന്ത് സൗഭാഗ്യം ലഭിച്ചാലും അതിനെ തെറ്റായ വഴിയിൽ ഉപയോഗിക്കുവാനും വളർത്തുവാനും താല്പര്യവും ഉണർവും കാണിക്കാൻ മനുഷ്യൻ തൽപരനാണ്. മനസ്സും ശരീരവും നാവും രുചിക്കുന്നതെന്തും തന്നെ ചൊൽപ്പടിയിലാക്കാൻ അവൻ വെമ്പൽ കൊള്ളുന്നു എന്നതാണ് സത്യം. പക്ഷേ മനുഷ്യൻ അറിയാതെ പോകുന്ന ഒന്നുണ്ട്: താൻ അടിമയാകുന്ന പലതും തന്നെ അടിമയാക്കുന്നു എന്ന പരമാർത്ഥം. സാമൂഹ്യ സംവിധാനങ്ങളെയും കുടുംബങ്ങളെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ലഹരിയുടെ ഉപയോഗം കുടുംബ ബന്ധത്തിന്റെ പവിത്രത ശിഥിലമാക്കുന്നു. ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ തന്നെ അതിന്റെ ആദ്യത്തെ ഇരയാകുന്നത് കുടുംബം തന്നെയാണ്. സാമൂഹ്യ സംവിധാനങ്ങളുടെ ഈറ്റില്ലമായ കുടുംബം തകർന്നാൽ പിന്നെ സമൂഹത്തിന്റെ കെട്ടുറപ്പിന് എന്തടിസ്ഥാനമാണുള്ളത്? ഈ ലഹരികളുടെ ഉപയോഗം കുട്ടികളായി നമ്മിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നുണ്ട്. ഭാവിയുടെ വാഗ്ദാനങ്ങളും രാജ്യത്തെ പടുത്തുയർത്തേണ്ടവരുമായ കുട്ടികളിലെ മനസ്സും ശരീരവും മസ്തിഷ്കവും ചുരുങ്ങിക്കഴിയുമ്പോൾ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ മുഖച്ഛായയ്ക്ക് ഭംഗം സംഭവിക്കുകയല്ലേ ചെയ്യുന്നത്? ഇന്ന് ലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സ്കൂൾ കുട്ടികളെയാണ്. മിഠായി പെട്ടിക്കടകളിലെ മിഠായി കവറുകളിൽ നിന്ന് വിഷം കുത്തിവെച്ച് അവർ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിലൂടെ നഷ്ടമാകുന്നതോ ഓരോ കുടുംബത്തിനെയും പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. നാളെ രാഷ്ട്രത്തെ നയിക്കേണ്ട യുവത്വമാണ് ഇതിലൂടെ തകർന്നില്ലാതാകുന്നതും. ചുരുക്കത്തിൽ എല്ലാ തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയും ലഹരി തന്നെയാണ്. എങ്ങനെ ഒരു ലഹരിമുക്ത ഭാവിയെ സ്വപ്നം കാണാം, വാർത്തെടുക്കാം? അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനൊരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ശാക്തീകരണത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ആവശ്യമായ ചികിത്സാ സംവിധാനത്തിലൂടെയും നമുക്ക് ലഹരിക്കടിമപ്പെട്ടവരെ വിമുക്തരാക്കാം. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ലഹരി ഉപേക്ഷിക്കാം. ഏതൊരു പരിശുദ്ധനും ഒരു മോശപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു പാപിക്കും ഒരു നല്ല ഭാവിയുണ്ട്. ആ നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് ലഹരി ഉപേക്ഷിക്കാം. സേ യെസ് ടു ലൈഫ് ആൻഡ് നോ ടു ഡ്രഗ്സ്. താങ്ക് യു.